സ്ക്വാഡ് പ്രവർത്തനവും ലഘുലേഖാ വിതരണവും. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. കാങ്കോൽ ഗ്രാമപഞ്ചായത്ത് പാപ്പാരട്ട 14-ാം വാർഡ് സ്ഥാനാർത്ഥി കെ ധനഞ്ജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കർഷക സംഘം കാങ്കോൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് പ്രവർത്തനവും ലഘുലേഖാ വിതരണവും നടത്തി. കർഷക സംഘം തയ്യാറാക്കിയ ലഘുലേഖ വടശ്ശേരിയിലെ മുതിർന്ന കർഷക PV കാർത്തിയായനിക്ക് നൽകി. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് K പത്മിനി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്ന ഈ പ്രദേശം ഒരു കാർഷിക മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കേരള സർക്കാരിൻ്റെ കാലത്ത് ഒട്ടേറെ കാര്യങ്ങൾ കൃഷിക്കാർക്ക് വേണ്ടി ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ മാത്രം തന്നെ കാർഷിക മേഖലക്കും ക്ഷീരമേഖലക്കും മാത്രമായി, അതായത് കൃഷിക്കും ക്ഷീരമേഖലക്കും മാത്രമായി 53 ലക്ഷം രൂപയാണ് കൃഷിക്കാർക്ക് സബ്സിഡി നൽകുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ കാർഷിക മേഖലയെ മുൻനിർത്തി ഇപ്പോൾ ഇതുവരെ നെല്ലിനുള്ള വിലയിൽ ഇപ്പോൾ 1 കിലോ നെല്ലിന് 30 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇതുവരെ നെല്ല് കൊടുത്ത് അതിൻ്റെ കാശ് കിട്ടാത്ത വലിയ പ്രശ്നം ഉണ്ടായിന്. ആ കാശെല്ലാം കംപ്ലീറ്റ് കൊടുത്തു തീർത്ത് വിവിധ മേഖലകളിൽ, എല്ലാ മേഖലകളിലും കർഷകരെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് ധന്യനും, ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സഖാവ് സജേഷും, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സഖാവ് രജനി മോഹനെയും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. അതിന് കർഷക സംഘത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കർഷക സംഘം കാങ്കോൽ വെസ്റ്റ് വില്ലേജ് സെക്രട്ടറിയും പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗവുമാണ് LDF സ്ഥാനാർത്ഥി K ധനഞ്ജയൻ. സ്ക്വാഡ് പ്രവർത്തനത്തിനും ലഘുലേഖ വിതരണത്തിനും വില്ലേജ് പ്രസിഡന്റ് PV രാജീവൻ, വൈസ് പ്രസിഡന്റ് U ജയശ്രീ, ട്രഷറർ KV പവിത്രൻ, CK രവീന്ദ്രൻ, K രാമചന്ദ്രൻ, CK ബാലചന്ദ്രൻ, PV പുഷ്പ, MV പ്രഭാകരൻ, MV ദാമോദരൻ, M ചന്ദ്രൻ, C കേശവൻ മാസ്റ്റർ, PV നളിനി, VV വിജയൻ, PV ബീന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാങ്കോൽ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.